അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ടിപ്പ് വീഡിയോ ആയിട്ടാണ്. അത്ര പ്രോ ടിപ്പൊന്നുമല്ല, ഒരു ബിഗിനറായിട്ട് ഐ സി റീബോളിംഗ് വർക്ക്, ഐ സി വർക്കിലേക്കൊക്കെ ചെയ്യുന്ന ടെക്നീഷ്യന്മാർ അല്ലെങ്കിൽ സ്റ്റുഡൻസ്, പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസൊക്കെ നേരിടുന്ന ഒരു മേജർ വെല്ലുവിളിയുണ്ട്. ഇവർ ഒരു ഐ സി ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഐ സി എടുക്കുന്ന സമയത്ത് മറ്റൊരു ഐ സി, അടുത്തുള്ള ഒരു ഐ സി അല്ലെങ്കിൽ അതിൻ്റെ ബോർഡിൻ്റെ അടിയിൽ വരുന്ന ഐ സി ഒക്കെ, ഐസിൻ്റെ ഒക്കെ ബോൾസ് ഡ്രൈ ആയി പോയിട്ട്, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ നെറ്റ്വർക്ക് ഐ സി എടുക്കുന്ന സമയത്ത് അടിയിലുള്ള സി പി ഡ്രൈ ആയി പോവുക, EMC ഡ്രൈ ആയി പോവുക, ഫോൺ ഡെഡ് കണ്ടീഷനിലേക്ക് പോകുക, അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ കുറേ ആൾക്കാർ ഫേസ് ചെയ്യുന്നതായിട്ട് കംപ്ലയിൻറ്റ്സ് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ടൈമിൽ ആ ഒരു ഐ സി നമുക്കിപ്പം നെറ്റ്വർക്ക് ഐ സി മാറാൻ, നെറ്റ്വർക്ക് കംപ്ലൈൻ്റ് ആണ്, ഐ സി മാറി റെഡിയാവുന്നുള്ള കേസാണെന്നുണ്ടെങ്കിൽ എങ്ങനെ സേഫായിട്ട് ഐ സി എടുക്കാം, ഐ സി ലിഫ്റ്റ് ചെയ്യാന്നുള്ള ടെക്നിക്ക് എന്ത് ചെയ്യുക കാണിച്ചു തരാം. ഇത് ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ബിഗിനറായിട്ട് ഐ സി വർക്ക് തുടങ്ങുന്ന ആൾക്കാർക്ക് ഒരു യൂസ് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ചെയ്യുന്ന സാധനം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അതെങ്ങനെ ചെയ്യാന്നുള്ള കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് കുറച്ച് ഫ്ലെക്സ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ലിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഐ സി, ഇതൊരു പവർ ഐ സിയാണ് അല്ലേ, ഇതൊരു പവർ ഐ സിയാണ്. അപ്പോൾ ഈ പവർ ഐ സി ഇതിനടുത്തുള്ള മറ്റ് കമ്പോണൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് CP ഉണ്ട്, തൊട്ടടുത്തായിട്ട് EMC ഉണ്ട്, ഇവിടെ ലൈറ്റ് ഐ സി കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഡ്രൈ ആവാണ്ട്, ഡാമേജ് ആവാണ്ട്, ഈ ഐ സി ഡാമേജ് ആണെങ്കിൽ ഇവനെ മാത്രമായിട്ട് നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യാന്നുള്ള ടെക്നിക്ക് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ശ്രദ്ധിച്ച് നോക്കിയോ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഫ്ലെക്സ് എടുത്ത് എന്ത് ചെയ്യുക, ഈ ഐ സിൻ്റെ ഒരു സൈഡിലായിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു സൈഡ് മാത്രം അപ്ലൈ ചെയ്താൽ മതി, ഹീറ്റ് ആകുമ്പോൾ ഉള്ളിലേക്ക് തന്നെ മെൽറ്റ് ആയിക്കോളൂ കേട്ടോ. സോ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇത് കൂടി സർജിക്കൽ ബ്ലേഡ് എടുക്കുക, നല്ല ഷാർപ്പായിട്ടുള്ള ഒരു സർജിക്കൽ ബ്ലേഡ് എടുത്തിട്ട് നമ്മൾ മെല്ലെ എന്ത് ചെയ്യുക, ഈ ഐ സിൻ്റെ സൈഡ് ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും, ആ ഗ്യാപ്പിലേക്ക് നമ്മുടെ ബ്ലേഡിൻ്റെ ടിപ്പ് മെല്ലെ എൻ്റർ ചെയ്ത് വയ്ക്കുക. ഒത്തിരി ഉള്ളിലോട്ട് കയറ്റാൻ പാടില്ല, ചെറുതായിട്ട് എന്ത് ചെയ്യുക, ഉള്ളിലേക്ക് എൻ്റർ ചെയ്ത് വയ്ക്കുക. എൻ്റർ ചെയ്ത് വെച്ചതിന് ശേഷം ചെറിയൊരു പ്രഷർ കൊടുത്ത് പിടിക്കുക, ഒരുപാട് പ്രഷർ കൊടുക്കൽ, ചെറിയൊരു പ്രഷർ കൊടുക്കുക. എന്നിട്ട് ബ്ലോവറിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹീറ്റും കുറച്ച് എയറും കൂട്ടി വയ്ക്കുക. നിങ്ങൾ നോർമൽ ഐ സി ലിഫ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് കുറച്ച് എയറും കുറച്ച് ഹീറ്റും എന്ത് ചെയ്യുക, കുറച്ച് കൂട്ടി വയ്ക്കുക. അതിപ്പോൾ ഏത് ബ്ലോവർ ആണെങ്കിലും. എന്നിട്ട് മെല്ലെ എന്ത് ചെയ്യുക, ഹീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ചങ്ങോട്ട് മാറി തെറിച്ച് വീണിട്ടുണ്ട്, ബട്ട് നോക്കിയാൽ മനസ്സിലാവും ഓരോ ഐ സി ഡാമേജ് ആണ്. സോ ഐ സിന് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ പാടുകൾ നോക്കിയ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ സെൻട്രലായിട്ടുണ്ടോ, ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് കുറേ ബോൾസ് അവിടെ ഒരു ഫ്ലാറ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫ്ലാറ്റായ ഒരു ഫോർമേഷനിലേക്ക് വന്നിട്ടുണ്ട്. കാണാൻ മനസ്സിലാവുന്നില്ല, ഇവിടെ കണ്ടോ, ഈ സെൻട്രലായിട്ട് കുറേ ബോൾസ് എന്തായിട്ടുണ്ട്, ഒരു ഫ്ലാറ്റായ ഒരു ഫോർമേറ്റിലേക്ക് വന്നിട്ടുണ്ട്. വിച്ച് മീൻസ് അത് നമ്മൾ മൈൻഡ് ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ ഹീറ്റ് എന്ത് ചെയ്യുന്നു, ഹീറ്റ് ഇങ്ങനെ മേലെ നിന്ന് അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ചെറിയ പ്രഷർ കൊടുത്ത് വെച്ചേക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ഒരു സോൾഡർ ബോൾസ് അല്ലെങ്കിൽ ഈ ഒരു PPD മെൽറ്റാണ് മൊമെൻറ്റിൽ തന്നെ, മെൽറ്റായി തുടങ്ങുന്ന മൊമെൻറ്റിൽ തന്നെ നമ്മൾ ബ്ലേഡ് വെച്ച് എന്ത് ചെയ്യുക, ഐസിനെ ലിഫ്റ്റ് ചെയ്യുക. അപ്പോൾ മെൽറ്റായി തുടങ്ങുന്ന മൊമെൻറ്റിൽ തന്നെ ഐസ് എന്തായി പോരും, മേലേക്ക് ലിഫ്റ്റായി പോരും. അപ്പോൾ അവിടെയുള്ള PPD പോലും പ്രോപ്പറായിട്ട് മേലേക്ക് എന്ത് ചെയ്യുന്നില്ല, മെൽറ്റ് ആവുന്നില്ല. പിന്നെ അടിയിലുള്ള ഐസിൻ്റെ PPD എന്ത് ചെയ്യില്ല, അല്ലെങ്കിൽ ഐസിൻ്റെ ബോളും എന്ത് ചെയ്യില്ല, മെൽറ്റ് ആവില്ല. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, വർക്കിംഗ് കണ്ടീഷനുള്ള ഐസുകൾ മാക്സിമം ഇങ്ങനെ ചെയ്യാണ്ടിരിക്കുക. കാരണം ഐ സി തെറിച്ച് പോകാനും ഐ സി പൊട്ടിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും. നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട കേസുകൾ, ഇപ്പോൾ ഈ ഐ സി മാറ്റി പുതിയ ഐ സി വെക്കണം, അങ്ങനെ ഒരു കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുവറായിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാം. ഇത് അത്ര വലിയ പ്രോ ലെവൽ ട്രിക്കൊന്നുമല്ല, ഇതിപ്പോൾ അത്യാവശ്യം ഐ സി വർക്കൊക്കെ ചെയ്യുന്ന എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കോമൺ ടെക്നിക്ക് തന്നെ. ഞാനും ഇതേപോലെ തന്നെ ഒരുപാട് പേര് ചെയ്യുന്നത് കണ്ട് പഠിച്ചൊരു ടെക്നിക്കാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരം ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക. വേറൊന്നുമല്ല, ഇതേപോലെയുള്ള ടിപ്പ് വീഡിയോസൊക്കെ നമ്മൾ ഇനിയും കുറച്ച് പ്രോ ലെവൽ ടിപ്സൊക്കെ വരാറുണ്ട്, വീഡിയോസൊക്കെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഇത്തരം കണ്ടൻറ്റുകൾ ഡേ ബൈ ഡേ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേജ് എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് വയ്ക്കുക.